യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 38. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഈ നഗരത്തിൽ പാർക്കുന്നവൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും. കൽദയരുടെ അടുക്കൽ ചെന്ന് ചേരുന്നവനോ ജീവനോടെ ഇരിക്കും. അവന്റെ ജീവൻ അവന് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. അവൻ ജീവനോടെ ഇരിക്കുമെന്നും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഈ നഗരം നിശ്ചയമായി ബാബേൽ രാജാവിന്റെ സൈന്യത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവൻ അതിനെ പിടിക്കുമെന്നും യിരെമ്യാവ് സകല ജനത്തോടും പ്രസ്താവിച്ച വചനങ്ങളെ മത്താന്റെ മകനായ ശഫത്യാവും പശ്ഹൂരിന്റെ മകനായ ഗദല്യാവും ശെലെമ്യാവിന്റെ മകനായ യൂഖലും മൽക്കിയാവിന്റെ മകനായ പശ്ഹൂരും കേട്ടിട്ട് പ്രഭുക്കന്മാർ രാജാവിനോട്, ഈ മനുഷ്യൻ നഗരത്തിൽ ശേഷിച്ചിരിക്കുന്ന പടയാളികൾക്കും സർവ്വജനത്തിനും ഇങ്ങനെയുള്ള വാക്കു പറഞ്ഞ് ധൈര്യക്ഷയം വരുത്തുന്നതുകൊണ്ട് അവനെ കൊന്നുകളയണമേ. ഈ മനുഷ്യൻ ഈ ജനത്തിന്റെ നന്മയല്ല തിന്മയത്ര അന്വേഷിക്കുന്നത് എന്ന് പറഞ്ഞു. സിദെക്കീയ രാജാവ്, ഇതാ അവൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു, നിങ്ങൾക്ക് വിരോധമായി ഒന്നും ചെയ്യുവാൻ രാജാവിന് കഴിവില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ യിരെമ്യാവെ പിടിച്ച് കാവൽപ്പുരമുറ്റത്ത് രാജകുമാരനായ മൽക്കിയാവിനുള്ള കുഴിയിലിറക്കി. കയറുകൊണ്ടായിരുന്നു അവർ യിരെമ്യാവെ ഇറക്കിയത്. കുഴിയിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. യിരെമ്യാവ് ചെളിയിൽ താണു. അവർ യിരെമ്യാവെ കുഴിയിൽ ഇട്ടുകളഞ്ഞു എന്ന് രാജഗൃഹത്തിൽ ഉണ്ടായിരുന്ന കൂശ്യനായ ഏബദ് മേലെക്ക് എന്ന ഷണ്ഡൻ കേട്ടു. അന്നു രാജാവ് ബെന്യാമിൻ വാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. ഏബദ് മേലെക്ക് രാജഗൃഹത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് സംസാരിച്ചു: യജമാനനായ രാജാവേ, ഈ മനുഷ്യർ യിരെമ്യാ പ്രവാചകനോട് ചെയ്തതൊക്കെയും അന്യായമത്രേ. അവർ അവനെ കുഴിയിലിട്ട് കളഞ്ഞു. നഗരത്തിൽ അപ്പമില്ലായ്കയാൽ അവൻ അവിടെ പട്ടിണി കിടന്ന് ചാകേയുള്ളൂ എന്ന് പറഞ്ഞു. രാജാവ് കൂശ്യനായ ഏബദ് മേലെക്കിനോട്, നീ ഇവിടെ നിന്ന് 30 ആളുകളെ കൂട്ടിക്കൊണ്ടു ചെന്ന് യിരെമ്യാ പ്രവാചകൻ മരിക്കും മുമ്പേ അവനെ കുഴിയിൽ നിന്ന് കയറ്റിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഏബദ് മേലെക്ക് ആളുകളെ കൂട്ടിക്കൊണ്ട് രാജഗൃഹത്തിൽ ഭണ്ഡാരമുറിക്ക് കീഴെ ചെന്ന് അവിടെ നിന്ന് പഴന്തുണിയും കീറ്റത്തുണി കണ്ടങ്ങളും എടുത്തു കുഴിയിൽ യിരെമ്യാവിന് കയറുവാൻ ഇറക്കിക്കൊടുത്തു. കൂശ്യനായ ഏബദ് മേലെക്ക് യിരെമ്യാവോട്, ഈ പഴന്തുണിയും കീറ്റത്തുണി കണ്ടങ്ങളും നിന്റെ കക്ഷങ്ങളിൽ വെച്ച് അതിനു പുറമെ കയറിട്ടുകൊള്ളുക എന്ന് പറഞ്ഞു. യിരെമ്യാവ് അങ്ങനെ ചെയ്തു. അവർ യിരെമ്യാവെ കയറുകൊണ്ട് കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി. യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് പാർത്തു. അതിന്റെ ശേഷം സിദെക്കീയ രാജാവ് ആളയച്ച് യിരെമ്യാ പ്രവാചകനെ യഹോവയുടെ ആലയത്തിലെ 3-ാം പ്രവേശനത്തിങ്കൽ തൻ്റെ അടുക്കൽ വരുത്തി. രാജാവ് യിരെമ്യാവോട്, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുന്നു, എന്നോടൊന്നും മറച്ചു വെക്കരുത് എന്ന് കൽപ്പിച്ചു. അതിന് യിരെമ്യാവ് സിദെക്കീയാവോട്, ഞാനത് ബോധിപ്പിച്ചാൽ എന്നെ കൊല്ലുകയില്ലയോ? ഞാനൊരു ആലോചന പറഞ്ഞു തന്നാൽ എൻ്റെ വാക്ക് കേൾക്കയില്ലല്ലോ എന്ന് പറഞ്ഞു. സിദെക്കീയ രാജാവ്, ഈ പ്രാണനെ സൃഷ്ടിച്ചു തന്ന യഹോവയാണ്, ഞാൻ നിന്നെ കൊല്ലുകയില്ല. നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന ഈ മനുഷ്യരുടെ കയ്യിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയുമില്ല എന്ന് യിരെമ്യാവോട് രഹസ്യമായി സത്യം ചെയ്തു. എന്നാറെ യിരെമ്യാവ് സിദെക്കീയാവോട്, ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പുറത്തു ചെന്നാൽ നിനക്ക് പ്രാണരക്ഷയുണ്ടാകും. ഈ നഗരത്തെ തീ വെച്ച് ചുട്ടുകളയുകയുമില്ല. നീയും നിന്റെ ഗ്രഹവും ജീവനോടെ ഇരിക്കും. നീ ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പുറത്ത് ചെല്ലാഞ്ഞാലോ ഈ നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അതിനെ തീ വെച്ച് ചുട്ടുകളയും. നീ അവരുടെ കയ്യിൽ നിന്ന് തെറ്റിയൊഴിയുകയുമില്ല എന്ന് പറഞ്ഞു. സിദെക്കീയ രാജാവ് യിരെമ്യാവോട്, കൽദയർ എന്നെ അവരുടെ പക്ഷം ചേർന്നിരിക്കുന്ന യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ എന്നെ അപമാനിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു. അതിന് യിരെമ്യാവ് പറഞ്ഞത്, അവർ നിന്നെ ഏൽപ്പിക്കുകയില്ല. ഞാൻ ബോധിപ്പിക്കുന്ന യഹോവയുടെ വചനം കേൾക്കണമേ, എന്നാൽ നിനക്ക് നന്നായിരിക്കും, നിനക്ക് പ്രാണരക്ഷയുണ്ടാകും. പുറത്തു ചെല്ലുവാൻ നിനക്ക് മനസ്സില്ലെങ്കിലോ യഹോവ വെളിപ്പെടുത്തി തന്ന അരുളപ്പാടാവിത്: യഹൂദ രാജാവിന്റെ അരമനയിൽ ശേഷിച്ചിരിക്കുന്ന സകല സ്ത്രീകളും പുറത്ത് ബാബേൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ അടുക്കൽ പോകേണ്ടി വരും. നിന്റെ ചങ്ങാതിമാർ നിന്നെ വശീകരിച്ച് തോൽപ്പിച്ച് നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ പിന്മാറിക്കളഞ്ഞു എന്ന് അവർ പറയും.
നിന്റെ സകല ഭാര്യമാരെയും മക്കളെയും പുറത്ത് കൽദയരുടെ അടുക്കൽ കൊണ്ടുപോകും. നീയും അവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ബാബേൽ രാജാവിന്റെ കയ്യിൽ അകപ്പെടും. ഈ നഗരത്തെ തീ വെച്ച് ചുട്ടുകളയുന്നതിന് നീ ഹേതുവാകും. സിദെക്കീയാവ് യിരെമ്യാവോട് പറഞ്ഞത്, ഈ കാര്യം ആരും അറിയരുത്, എന്നാൽ നീ മരിക്കയില്ല. ഞാൻ നിന്നോട് സംസാരിച്ച പ്രകാരം പ്രഭുക്കന്മാർ കേട്ടിട്ട് നിന്റെ അടുക്കൽ വന്ന്, നീ രാജാവിനോട് എന്തു സംസാരിച്ചു? ഞങ്ങളോട് പറക, ഒന്നും മറച്ചു വയ്ക്കരുത്. ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല. രാജാവ് നിന്നോട് എന്ത് സംസാരിച്ചു എന്നിങ്ങനെ ചോദിച്ചാൽ നീ അവരോട്, യോനാഥാന്റെ വീട്ടിൽ കിടന്നു മരിക്കാതെ ഇരിക്കേണ്ടതിന് എന്നെ വീണ്ടും അവിടെ അയക്കരുതേ എന്ന് ഞാൻ രാജസന്നിധിയിൽ സങ്കടം ബോധിപ്പിക്കുകയായിരുന്നുവെന്ന് പറയണം. സകല പ്രഭുക്കന്മാരും യിരെമ്യാവിന്റെ അടുക്കൽ വന്ന് അവനോട് ചോദിച്ചാറേ അവൻ രാജാവ് കൽപ്പിച്ച ഈ വാക്കുപോലെയൊക്കെയും അവരോട് പറഞ്ഞു. അങ്ങനെ കാര്യം വെളിവാകാഞ്ഞതുകൊണ്ട് അവർ ഒന്നും മിണ്ടാതെ അവനെ വിട്ടുപോയി. യെരൂശലേം പിടിച്ച നാൾ വരെ യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് പാർത്തു. യെരൂശലേം പിടിച്ചപ്പോഴും അവൻ അവിടെ തന്നെ ആയിരുന്നു.